എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള നെക്സ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട്, അതായത് നവംബർ 13, 14 തീയതികളിലായിട്ട് വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ടോട്ടൽ ഓവറോൾ നോക്കുന്ന സമയത്ത് 16ാമത്തെ അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ നാളെ അത് നവംബർ 13 തീയതി മുതൽ നവംബർ 14 തീയതി വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. നിലവിൽ ഏതെങ്കിലും കോളേജുകളിൽ, അത് ഗവൺമെൻറ് കോളേജുകൾ ഒഴികെയുള്ള ഏതൊരു കോളേജിലും, അത് സെൽഫ് ഫിനാൻസ് കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് നൽകുന്ന NOC, അത് നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എത്ര വാക്കൻസീസ് ഉണ്ട് എന്നുള്ള നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ ലോഗിൻ ചെയ്ത് ഓപ്ഷനുകൾ നൽകുന്ന രീതിയിൽ തന്നെയാണ് ഓപ്ഷനുകൾ നൽകേണ്ടത്. അതായത് ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിന്നും നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് ആയിട്ട് നൽകുകയാണ് ചെയ്യേണ്ടത്. വേക്കൻസി ലിസ്റ്റ് സാധാരണ ഈ ഒരു വെബ്സൈറ്റിൽ വരാറില്ല. ഈ ഒരു മുൻ അലോട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് സാധാരണ വന്നിട്ടില്ല. അപ്പോൾ ഇത്തവണ വേക്കൻസി വരുമോ എന്നുള്ളതും പ്രത്യേകിച്ച് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോഴ്സും കോളേജുകളും ഓപ്ഷൻസ് ആയിട്ട് വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് വിദ്യാർത്ഥികളെ യാതൊരുവിധ കാരണവശാലും പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന, അതായത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു 15ാമത്തെ അലോട്ട്മെൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റും അഡ്മിഷനും നാളെ അവസാനിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഫെഡറൽ ബാങ്ക് വഴി ഇനി നാളെ അടക്കുകയാണെങ്കിൽ മറ്റന്നാളായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു 5th അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു 15ാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നാളെ വൈകുന്നേരം 5 മണിക്കും വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി കൂടുതൽ നല്ലത്. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, ലോഗിൻ ചെയ്ത പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ സൈഡിൽ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഇത്രയും എടുത്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC, BC, OBC, OEC വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് എന്നിവയും, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് അഡ്മിഷൻ സമയത്ത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അത്, ഫീസ് ആനുകൂല്യമുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നാളെ വൈകുന്നേരം 5 മണിക്കകം പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 22,000 സംതിങ് രൂപയാണ് വരിക. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 1000 രൂപ മാത്രമാണ് വരിക. അതുപോലെ OEC ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും 1000 രൂപയാണ് വരിക. ഗവൺമെൻറ് കോളേജിൽ ഈ ഒരു ആനുകൂല്യമൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 22,000 രൂപയാണ് വരിക. സെൽഫ് ഫിനാൻസിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് വരിക. അതുകൂടാതെ തന്നെ അഡ്മിഷൻ സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു നിങ്ങളുടെ, അതായത് ഫീസിനത്തിൽ നിങ്ങൾ 81,000 രൂപ അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഗവൺമെൻറ് കോളേജിൽ കിട്ടിയ വിദ്യാർത്ഥികൾ ഏകദേശം ഒരു 3,000 രൂപ ഈ ഒരു
PTA ഫണ്ട് ഇനത്തിൽ നൽകേണ്ടതായിട്ട് ചിലപ്പോൾ വരുന്നതായിരിക്കും. എന്നാൽ സെൽഫ് ഫിനാൻസിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് തന്നെ ഈ ഒരു ഡോക്യുമെൻസിൻ്റെ കൂടെ തന്നെ ഈ ഒരു 81,000 രൂപയും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഒരു വർഷത്തെ ഫീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെയാണ് അഡ്മിഷൻ നേടാനുള്ള സൗകര്യം. അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ക്ലാസ്സുകൾ ഈ ഒരു നവംബർ 15-ാം തീയതി ആരംഭിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടണം. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതും അല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി വരുന്ന അലോട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് നവംബർ 13 മുതൽ 14-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഈ ഒരു ഓപ്ഷൻ കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജ് അല്ല എന്നാണെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു 15-ാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ വൈകുന്നേരം അവസാനിക്കും. അപ്പോൾ നവംബർ 13-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടുന്ന സമയത്ത് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.